അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, നമ്മളിപ്പോൾ എക്സാം ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ സമസ്തയുടെ പൊതുപരീക്ഷകളൊക്കെ തുടങ്ങാനിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത മാസം നമ്മളെ സ്കൂളിലും എക്സാമൊക്കെ തുടങ്ങാനുള്ള ഒരു സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഉപകാരമുള്ള, നമ്മൾ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഉപകാരമുള്ള ഒരു വീഡിയോസാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ നമ്മുടെ പൊന്നുമക്കൾ പഠിച്ചത് ഓർമ്മയിൽ നിൽക്കാനും അതുപോലെ തന്നെ പഠിക്കാനുള്ള മടി മാറാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഇസ്മുണ്ട്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട അസ്മാഉൽ ഹുസ്നയിൽ നിന്നുള്ള അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽപ്പെട്ട ഒരു നാമമുണ്ട്. ആ നാമം ചൊല്ലുക. ആ ഒരു ഇസ്മ ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മളെ പൊന്നുമക്കൾ അവർ ആ മടി മാറുകയും അവർ പഠിച്ചതൊക്കെ ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് ആ നാമം, ആ ഒരു ഇസ്മ ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇൻഷാ അല്ലാഹ് നമ്മളെ പൊന്നുമക്കൾ നിസ്കാരത്തിന് ശേഷം നിസ്കരിച്ച് കഴിഞ്ഞിട്ട് അവരോട് ഇസ്മ ചൊല്ലാൻ വേണ്ടി പറയാം. അവർ മാത്രമല്ല, നമ്മളെ പൊന്നുമക്കളെ സ്നേഹിക്കുന്ന ഉമ്മമാരും മക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഇസ്മ ചൊല്ലി പ്രാർത്ഥിച്ചാൽ പടച്ച റബ്ബ് അത് പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. അതിനെന്തായാലും പടച്ച റബ്ബ് ഉത്തരം നൽകും. അപ്പോൾ നമ്മളെ ഉമ്മമാരും നമ്മളെ വിദ്യാർത്ഥികളും മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷവും സുബ്ഹ് നിസ്കാരത്തിന് ശേഷവും ഈ ഒരു ഇസ്മ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. പടച്ച റബ്ബ് നമ്മൾ ദുആ സ്വീകരിക്കട്ടെ. ഈ സമയത്ത് ഈ ഇസ്മ ചൊല്ലിക്കൊണ്ടുള്ള പ്രാർത്ഥിച്ചാൽ നമ്മുടെ മക്കൾ 100% വിജയിക്കും. നമ്മുടെ പൊന്നുമക്കൾക്ക് അവരുടെ മാതാപിതാക്കൾ ചൊല്ലുന്ന ഈ പ്രാർത്ഥന അല്ലാഹു ഒരിക്കലും തട്ടിക്കളയുകയില്ല. പൊന്നുമക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ മാതാവ്, അവരുടെ ഉമ്മമാർ പ്രാർത്ഥിച്ചാൽ പടച്ച റബ്ബ് എങ്ങനെയാണ് ആ ദുആക്കെ ഒഴിവാക്കി കളയുക? അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ആ ഇസ്മ ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. യാ ഖയ്യൂം യാ അല്ലാഹ്, യാ ഖയ്യൂം യാ അല്ലാഹ്, യാ ഖയ്യൂം യാ അല്ലാഹ് എന്ന ഇസ്മ 16 തവണ നിസ്കാര ശേഷം, അതായത് മഗ്‌രിബ് സുബ്ഹ് നിസ്കാര ശേഷം നമ്മൾ 16 തവണ ഈ ഇസ്മ ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ് അതിന് ശേഷം പൊന്നുമക്കളെ കൊണ്ട് അവരെ പഠിക്കാൻ വേണ്ടി പറയാം. അവർ പഠിക്കാനുള്ള മടി മാറുകയും പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യും ഈ ഒരു ഇസ്മ ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ. ഈ ഒരു ഇസ്മ കൊണ്ട് അർത്ഥമാക്കുന്നത് സ്വയം നിലകൊള്ളുന്നവനും എന്നെന്നും നിലനിൽക്കുന്നവനും എന്നാണ് ഈ ഇസ്മിൻ്റെ മഹത്തായ അർത്ഥം. ഈ ഒരു ഇസ്മ കൊണ്ട് എന്താണ് ഉപകാരം എന്നാവും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ പൊന്നുമക്കൾ അവർ കളിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ്. ഒരു ഒഴിവ് സമയം കിട്ടി അവർ കളിക്കാൻ ശ്രമിക്കുള്ളൂ. പഠിക്കാൻ അവർക്ക് ഏകദേശം ഒരു മടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഇസ്മ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അവരുടെ മടിയൊക്കെ മാറും, പഠിക്കാനൊക്കെ ഒരു താല്പര്യം അവർക്ക് വരും. ഇത് എൻ്റെ ഒരു അഭിപ്രായമല്ല കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ പൊന്നുമോൾ നാളെ മദ്രസയിൽ പരീക്ഷയാണ് ഉസ്താദേ, അവളും പഠിക്കാൻ കുറച്ച് മടിയുണ്ട്, പഠിച്ചതൊക്കെ മറന്നു പോകണം അവൾ. അപ്പോൾ ഉസ്താദ് പറഞ്ഞു തന്ന ഒരു ഇസ്മാണിത്, ഇതിങ്ങനെ ചൊല്ലിയാൽ മതി എന്ന് നമ്മളെ പ്രിയപ്പെട്ട ഉസ്താദൊക്കെ പറഞ്ഞു തന്നപ്പോൾ അത് എൻ്റെ പൊന്നുമോൾക്ക് മാത്രമല്ല നിങ്ങൾക്കും കൂടെ ഒരു ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മളെ പൊന്നുമക്കളൊക്കെ അല്ലാഹു നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ, ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെ പൊന്നുമക്കളെയൊക്കെ പടച്ച റബ്ബ് ഇരു വീട്ടിലും ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള മക്കളാക്കട്ടെ. നമ്മളെ പൊന്നുമക്കൾക്ക് നാഫിയായ ഇൽമ്, ഉപകാരമുള്ളൊരു ഇൽമ് പടച്ച റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും നമ്മൾ മാതാപിതാക്കളൊക്കെ ഈ ഒരു ഇസ്മ ചൊല്ലി പ്രാർത്ഥിക്കുക. മക്കളോട് നിസ്കരിക്കാൻ വേണ്ടി പറയുക,
നല്ല സ്നേഹത്തോടെ അവർ ഉപദേശിക്കുക, നമ്മൾ നിസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ മടി മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇസ്മ ചൊല്ലിക്കൂടെ അവരോട് ചൊല്ലാൻ വേണ്ടി പറയുക. ഇൻഷാ അല്ലാഹ് 16 വട്ടം ഇസ്മ ചൊല്ലിക്കഴിഞ്ഞാൽ, എന്നിട്ട് ഈ പ്രാർത്ഥന നമ്മൾ അവർക്ക് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പടച്ച റബ്ബ് എന്തായാലും സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്കിതൊക്കെ അവർക്ക് വേണ്ടി ചെയ്യുക, അവരുടെ ഉന്നത വിജയത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു പ്രാർത്ഥനകളും ഇസ്മ ചൊല്ലിങ്ങളും എല്ലാവരൊക്കെയാണ്. അപ്പോൾ അള്ളാഹു നമ്മളെ പൊന്നുമക്കൾ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.